ഷിയസ്റ്റിനി ഇവിടെ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയതാണ്. ഗ്യാപ്പ് കൂടി വന്ന് അവസാനം FCR ഒക്കെ ആയപ്പോഴേക്കും BJP ക്രൈസ്തവ പാലത്തിന്റെ അവസാന പടിയും ഇല്ലാതായതാണ്. ഇലക്ഷന് ശേഷം PC-യും ഷോണും അടക്കം ഈ സഭകൾക്കെതിരെ പറഞ്ഞ കടുത്ത അധിക്ഷേപങ്ങളിൽ ആ ഫ്രസ്ട്രേഷൻ പ്രകടമായതാണ്. യഥാർത്ഥത്തിൽ BJPയുടെ പ്രതീക്ഷ എന്താണ് ഷിയസ്റ്റിനി? നോക്കൂ, ശ്രീ ഹാഷ്മി, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ പാളിപ്പോയെന്നത് ശ്രീ ഹാഷ്മിയുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിലൂടെ എനിക്ക് യോജിക്കുന്നില്ല, പാർട്ടിക്ക് യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഇത് വെറും ഒരു ഇലക്ഷൻ ആയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമല്ല കാണുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നു, കുറച്ച് വോട്ട് വേണം, അങ്ങനെ ഒരു രീതി. നമ്മൾ എല്ലാ രീതിയിലുള്ള ഔട്ട്റീച്ചും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻസ് മാത്രമല്ല, മുസ്ലിം ഔട്ട്റീച്ച് ഉണ്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് ഒരു ഇലക്ഷൻ കൊണ്ട് തീരുകയോ അല്ലെങ്കിൽ അത് തുടങ്ങുകയോ അങ്ങനെയല്ല. നമ്മൾ എല്ലാ കാലവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻസ് കൂടുതലുള്ള രാജ്യങ്ങളിലായാലും ഏറ്റവും കൂടുതൽ അവിടെ മന്ത്രിമാരും MLA-മാരും ഒക്കെ BJPയുടെ ഭാഗമായിട്ടാണ്. നോർത്ത് ഈസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാം ഉണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫെയിലിയർ ആയിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, അങ്ങയുടെ ചോദ്യത്തിന് BJP സംബന്ധിച്ചോളം 4-ാം തീയതി എന്തായാലും റിസൾട്ട് വരും. അപ്പോൾ ആ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം യാതൊരു സംശയമില്ല, ഒരു BJP-യും അതായത് NDA ആ മുന്നണി ഒരു ഡിസൈസീവ് ഫോഴ്സ് ആവും എന്നതിനകത്ത് യാതൊരു സംശയവും വേണ്ട. മുൻകാലങ്ങളിലുള്ള രീതിയിലുള്ള അല്ല ഇപ്രാവശ്യം ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ആ ഇലക്ഷൻ നടന്നിട്ടുള്ളത് നിങ്ങൾക്കും അറിയാം, നിങ്ങളൊക്കെ ഓൺ ഗ്രൗണ്ട് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളതാണ്. BJP NDA എന്നുള്ളൊരു ഫാക്ടർ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. ആ ചർച്ചകളിലുണ്ട്, പൊതുജനങ്ങളുടെ സംസാരത്തിലുണ്ട്, അത് വോട്ടിംഗ് പാറ്റേണിലും ഉണ്ട്. അത് എത്ര വോട്ട് കിട്ടും എന്നൊന്നും ഞാൻ കൃത്യമായിട്ട് ഇത്ര വോട്ട് അല്ലെങ്കിൽ ഇത്ര ഇതൊന്നുമില്ല. ഒരു ഡിസൈസീവ് ഫോഴ്സ് ആവുന്നതിനകത്ത് യാതൊരു സംശയമില്ല. ആ രീതിയിലേക്ക് ഓൾറെഡി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ നമുക്കത് അറിയാം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചാൽ വികസനം എന്നുള്ളൊരു കാര്യം. വികസനം എന്നുള്ള ഒരു ആശയം അത് കൊണ്ടുവന്നത് BJP തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം. അത് ഏറ്റുപിടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും ശരി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ആയാലും ശരി, അത് അങ്ങനെ ഒരു നരേറ്റീവിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതിനകത്തും നമുക്ക് സന്തോഷമുണ്ട്, ആ രീതിയിലേക്കുള്ള ഒരു കാര്യം മുന്നോട്ട് പോകുന്നു. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ BJP-യിൽ ധാരാളം ആളുകൾ എല്ലാ മേഖലകളിൽ നിന്ന്, എല്ലാ പാർട്ടി CPM-ൽ നിന്ന് വന്നിട്ടുണ്ട്, CPI-ൽ നിന്ന് വന്നു, കോൺഗ്രസിൽ നിന്ന് വന്നു, RSP-യിൽ നിന്ന് വന്നു, മറ്റ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയൊക്കെ ആളുകളെല്ലാം BJP-യിലേക്ക് വന്നു. അപ്പോൾ ഈ 2026-ലെ ഇലക്ഷൻസ് അതൊരു ഡിസൈസീവ് ആയിട്ടുള്ള ഇലക്ഷൻസ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു 2 മുന്നണി മാത്രമല്ല, ഇത് നേരത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞുള്ള 2 മുന്നണികളായിട്ടുള്ള ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ 3 മുന്നണികൾ ഉള്ള രീതി തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു മുന്നണി തീർച്ചയായിട്ടും അപ്രസക്തമായിട്ട് പോകും. ഇനി വരാൻ പോകുന്ന അത് ആരാണെന്നുള്ള LDF ആണോ UDF ആണോ എന്നുള്ള ജനങ്ങളെ തീരുമാനിക്കട്ടെ. അത് ഞാൻ അതിനകത്ത് ഒരു വിധി പറയാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ പ്രതീക്ഷ UDF ഇല്ലാതാകണമെന്നാണ്. അതുകൊണ്ടാണോ ഈ 60 സീറ്റിലേക്ക് 60 സീറ്റിന് മുകളിൽ പോവില്ല എന്ന അങ്ങയുടെ നേതാവിന്റെ അത്രയും ഉറച്ച ആത്മവിശ്വാസം? ഷിഡിനി, ഞങ്ങൾ ഒരിക്കലും ഏതെങ്കിലും UDF ഇല്ലാതാവുകയോ അല്ലെങ്കിൽ LDF ഇല്ലാതാവുകയോ എന്നുള്ള രീതിയിലല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ ആ സ്പേസ് എന്തിനാണ്? ആ സ്പേസ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കേരളത്തിൽ കാണാത്തത്, കേരളത്തിൽ പരിചയമില്ലാത്തതാണ് ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോം. അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇലക്ഷൻ തന്നെ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറഞ്ഞ ഒരു കോമ്പറ്റേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് കൂടുതൽ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക. ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നല്ല വെള്ളപൂശി നടക്കുമ്പോൾ മറ്റൊരാൾ SDPയെ കുറിച്ച് നല്ലത് പറഞ്ഞു നടക്കും. അപ്പൊ ഇങ്ങനത്തെ രാഷ്ട്രീയം മാറ്റി മറ്റ് സ്ഥലത്തെല്ലാം നടക്കുന്നത്, ഇപ്പം ബംഗാളിൽ പോലും നടക്കുന്നത് എന്താണ്? വികസനത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവിടെ മമതാ ബാനർജിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു വികാരം വന്നത് ഇതേ വിഷയത്തിൽ തന്നെയാണ്, അല്ലാതെ വേറൊരു വിഷയമൊന്നുമല്ല. അപ്പൊ ആ രീതിയിലുള്ള വിഷയത്തിലേക്ക് നമ്മൾ കേരളവും വരണം. ഈ കേരളത്തിലെ പല കാര്യങ്ങളും നമുക്കറിയാം, സാധാരണക്കാര ആളുകളെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട്. ചുരുങ്ങിയ വാക്കുകളാണെങ്കിൽ ഇടപെടൽ ഡെന്നി പറഞ്ഞൊരു കാര്യം അല്ലല്ല, പെട്ടെന്ന് ഞാൻ നിർത്താം. ഡെന്നി പറഞ്ഞൊരു കാര്യം, ബംഗാളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ റാലി നടത്തിയിട്ടുള്ളതെന്ന്. കഴിഞ്ഞ ബംഗാളിലെ തെരഞ്ഞെടുപ്പിലെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോയി പറഞ്ഞത് ദീദി ഓ ദീദി, ദീദി ഓ ദീദി, ഈ ടോണിൽ അദ്ദേഹം സംസാരിച്ചത്. ഈ പ്രാവശ്യം അവിടെ പോയിട്ട് അമിത്ഷായാണ് അതേ രൂപത്തിൽ പോയത്. അതുകൊണ്ട് എന്താണോ ഡെവലപ്മെന്റ് മാത്രം സംസാരിച്ച് അന്തസ്സോടുകൂടി കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശ്രീ ലാൽകുമാർ, ഞാനത് അങ്ങേക്ക് വഴങ്ങി തന്നാണ്. ഞാൻ അങ്ങേക്ക് വഴങ്ങി തന്നാണ്. ഈ ദീദി ഓ ദീദി എന്ന് പറഞ്ഞതിനകത്ത് അല്ല, കറക്റ്റാണ്. ദീദി ഓ ദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തെറ്റ്?
അത് പ്രധാനമന്ത്രി പറയേണ്ട ഭാഷയാണോ എന്നുള്ളത് ഡാഷ് മോനെ രേവന്ത എന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം. ഡാഷ് മോനെ രേവന്ത എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ. ആ രാഷ്ട്രീയമാണ് സിസ്റ്റർ. അല്ല, നമ്മുടെ ഡാഷ് മോനെ രേവന്തേക്കാൾ കൂടുതൽ ഭീകരമായ കമ്മ്യൂണലായിട്ടുള്ള പല ചാർജുകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. ഞാൻ കടിയന്തരമായി പോകണം, ഇടവേള. എവിടെ ദീദി എന്ന് പറഞ്ഞത് കമ്മ്യൂണലാണ്? അല്ല ദീദി അല്ല, ദീദി വേറെ. ദീദി ഒന്നല്ല, വേറെ ദീദി. അല്ല ദീദി അല്ല, വേറെ കമ്മ്യൂണലാണ്. എപ്പോഴാണ് അല്ല ദീദി, അല്ല ദീദി വേറെ. അല്ല ദീദി എന്ന് മറുപടി ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.